നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് സ്പെഷ്യൽ മിൽക്സ്, പലതരത്തിലുള്ള പാലുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷെ ഒരു മാർക്കിനുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ നമുക്കറിയാം, there are many different varieties of milk available for consumption. നമ്മളിപ്പോൾ മാർക്കറ്റിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ തരത്തിലുള്ള പാല് തന്നെയാണ്, പക്ഷെ പല രീതിയിലുള്ള പാലുകൾ കാണാം അല്ലേ. ടോൺഡ് മിൽക്ക് കാണാം, ഡബിൾ ടോൺഡ് മിൽക്ക് കാണാം, അല്ലെങ്കിൽ സ്കിം മിൽക്ക് കാണാം, അല്ലെങ്കിൽ ഇപ്പോൾ പൗഡേർഡ് ഫോമിലുള്ള പാല് അല്ലെങ്കിൽ പാൽപ്പൊടി കാണാം. പിന്നെ എന്തൊക്കെ കാണാൻ പറ്റും? ഫ്ലേവേർഡ് ആയിട്ടുള്ള, ഇപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള മിൽക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക്, അങ്ങനെ പലതരത്തിലുള്ള പാലുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റെഡി ടു ഡ്രിങ്ക് മിൽക്ക് ഉണ്ടാകും, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള പാലുകളുണ്ട്. എങ്ങനെയാണ് ഈ പാലുകൾ എല്ലാം പശുവിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാം അങ്ങനെയുള്ള കന്നുകാലികളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന പാലാണ്. പക്ഷേ അതിനെ എങ്ങനെയാണ് വേർതിരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്, എന്തൊക്കെ കാരണങ്ങളാലാണ് ഇതിന് ഡിഫറൻസ് വരാൻ സാധിക്കുന്നത്, അതാണ് ഈ സ്പെഷ്യൽ മിൽക്സിൻ്റെ പ്രാധാന്യം വരുന്നത്. കാരണം നമ്മൾ കളക്ട് ചെയ്യുന്ന, അതായത് പശുവിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാല് നമ്മൾ അതിൻ്റെ ബ്രീഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം, അത് കഴിക്കുന്ന ഫോഡർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം, അങ്ങനെ തന്നെ വേരിയേഷൻസ് ആണ്. പക്ഷെ നമ്മളിതിനെ പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഫാറ്റ്, SNF എന്നിവ കൃത്യമായി ലേബൽ ചെയ്യപ്പെട്ടിരിക്കും. ഇനി നമ്മൾ ഈ ഫാറ്റും SNFും ഒക്കെ നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യ അനുസരണം അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ അനുസരിച്ച്, ഇപ്പോൾ ഭയങ്കര കൊളസ്ട്രോൾ ഉള്ള ആളാണ്, അപ്പോൾ അയാൾക്ക് ഒരുപാട് ഫാറ്റ് കണ്ടന്റ് ഉള്ള പാല് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അയാളുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുണ്ട്, അതായത് ലാക്ടോസ് അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഇഷ്യൂസും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ലാക്ടോസ് ഇല്ലാത്ത പാലായിരിക്കും പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ മിൽക്ക് ഐറ്റംസ് തന്നെ അവർ ഒഴിവാക്കും. അപ്പോൾ അങ്ങനെയുള്ള പല വ്യത്യസ്ത താല്പര്യങ്ങളുള്ള കൺസ്യൂമേഴ്സാണ് നമുക്കുള്ളത്. ഈ കൺസ്യൂമേഴ്സിൻ്റെ എല്ലാവരുടെയും താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ പല കൈൻഡ് ഓഫ് മിൽക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോരോ പാലുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. സ്പെഷ്യൽ മിൽക്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പാലുകൾ, അത്രയും വിചാരിച്ചാൽ മതി. ഇത് ചിലപ്പം ഇപ്പം റീകമ്പൈൻഡ് മിൽക്ക് അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്ക്, അത് എന്താണ് എന്ന രീതിക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ടോൺഡ് മിൽക്കിൻ്റെ ഫാറ്റ് എത്ര, SNF എത്ര, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിൻ്റെ ഫാറ്റ് എത്ര, SNF എത്ര, ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരിക. അപ്പോൾ മാക്സിമം സിമ്പിളായിട്ട് നമ്മളിത് ഓരോന്നിനും ഡെഫിനേഷനും ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി പോവുക. എന്നിട്ട് ഇതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യം വരാമോ അതിനനുസരിച്ചുള്ള MCQs വർക്കൗട്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. The different milks tends to vary according to the way they are produced and their fat content. അപ്പോൾ അതിൻ്റെ ഫാറ്റ് കണ്ടന്റ് അനുസരിച്ചും അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പലതരത്തിലുള്ള പാലുണ്ടാകുന്നത്. സച്ച് മിൽക്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് സ്പെഷ്യൽ മിൽക്സ്. സ്പെഷ്യൽ മിൽക്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ്? ഫ്ലേവേർഡ് മിൽക്കുകളുണ്ട്, സ്റ്റെറിലൈസ്ഡ് മിൽക്കുകളുണ്ട്, വൈറ്റമിനൈസ്ഡ് മിൽക്കുകളുണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്, ഹോമോജിനൈസ്ഡ് മിൽക്ക്, റീകമ്പൈൻഡ് മിൽക്ക്, ടോൺഡ്, ഡബിൾ ടോൺഡ് ആൻഡ് ഹ്യൂമനൈസ്ഡ് മിൽക്ക്, ഫിൽഡ് മിൽക്ക്, ഇമിറ്റേഷൻ മിൽക്ക് ആൻഡ് വെജിറ്റബിൾ മിൽക്ക്, അങ്ങനെ പല പേരിലുള്ള മിൽക്കുകളുണ്ട്. ഇതിലെല്ലാം ഒന്നും നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടില്ല, കുറച്ച് മാത്രമാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു പോകുമ്പം കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കൈൻഡ് ഓഫ് മിൽക്സിനെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു ടേം കാണാം. അപ്പോൾ അതെന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ ബേസിക് ആയിട്ട് എന്തൊക്കെ രീതിയിലാണ് പാലുകളെ വേർതിരിക്കപ്പെട്ടിരുന്നത് എല്ലാം നമ്മൾ പറയും. എന്നാലും നിങ്ങളുടെ സിലബസിൽ എടുത്തു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് മിൽക്കുകളെ ഒന്ന് എക്സ്ട്രാ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, അല്ലാത്തതും അർത്ഥം മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ. സോ സ്പെഷ്യൽ മിൽക്സ് ഇംപ്രൂവ് ദ പാലറ്റബിലിറ്റി ആൻഡ് എൻഹാൻസസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് മിൽക്ക്. അപ്പം പ്രധാനമായിട്ടും ഈ സ്പെഷ്യൽ മിൽക്സ് എന്ന് പറയുമ്പം ഒന്ന് അതിൻ്റെ ഫാറ്റ് കണ്ടന്റും SNF കണ്ടന്റും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഫാറ്റ് കണ്ടന്റും SNF കണ്ടന്റും കൃത്യമായ ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിനനുസരിതമായിട്ട് നമ്മൾ ആക്കിയെടുക്കുന്നു. അതിന് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയും, നമ്മളത് പഠിക്കും. പിന്നെ പാലറ്റബിലിറ്റി കൂട്ടും, അതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു
നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്കാക്കും, അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ എന്താണ് താല്പര്യത്തെ സംരക്ഷിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ താല്പര്യത്തിന് അനുസൃതമായിട്ടാണ് അല്ലേ. അപ്പം ടേസ്റ്റ് ഉണ്ടാകും, നല്ല രീതിയിൽ ഡൈജസ്റ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ടാകും. പിന്നെ എന്താണ് ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യും. അതായത് ഇപ്പം അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈവൻ റെഫ്രിജറേഷൻ ഇല്ലാതെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ഒരുപാട് നാൾ കീപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ ആ പാല് പെരിഷബിൾ ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം ആണല്ലേ. അപ്പോൾ പെട്ടെന്ന് മൈക്രോബിയൽ കണ്ടാമിനേഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് കുറച്ചധികം നാളത്തേക്ക് നമുക്ക് എന്താണ് ഇതിന് ഷെൽഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പാലുകളുണ്ട്. നോക്കിക്കേ. സോ സ്റ്റാൻഡേർഡ്സ് ഓഫ് മിൽക്ക് ഫോർ ഇന്ത്യൻ മാർക്കറ്റ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ സുലഭമായിട്ടുള്ള പലതരത്തിലുള്ള പാലുകളും അവരുടെ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മുടെ FSSAI-യുടെ ഒരു നിർദ്ദേശപ്രകാരമുള്ള ഇതിന് ഇത്ര ഫാറ്റ്, ഇത്ര SNF, അല്ലെങ്കിൽ ഇതിന് ഇന്ന അഡിക്റ്റീവ്സ് ആഡ് ചെയ്യാം, ഇന്ന പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാം എന്നൊക്കെ ഉള്ള റൂൾസ് ആര് പുറപ്പെടുവിച്ചിട്ടുണ്ട്? നമ്മുടെ FSSAI ആക്ട് പ്രകാരമുണ്ട്. അപ്പോൾ ആ ആക്ട് പ്രകാരം എന്തൊക്കെയാണ് ഇതിന് വേണ്ട പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ. സോ സ്പീഷീസ് ഐഡൻറ്റിഫൈഡ് മിൽക്ക്. അപ്പം നമുക്കറിയാം എന്താണ് നമ്മൾ സാധാരണ പാല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? പശുവിൽ നിന്ന്, ആടിൽ നിന്ന്, അല്ലെങ്കിൽ ബഫല്ലോ, ഷീപ്പ്, ക്യാമൽ, ഇതിൻ്റെയൊക്കെ പാലുകളാണല്ലേ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള ജീവജാലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മാമൽസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാലാണ്. സോ മിൽക്ക് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫാറ്റ് ആൻഡ് SNF ആർ ഡിഫറെൻറ്റ് ഫോർ സ്പീഷീസ് ഓഫ് ബഫല്ലോ, കൗ, ഗോട്ട്, ഷീപ്പ് ആൻഡ് ക്യാമൽ. അപ്പോൾ ഇങ്ങനെ ഓരോ കന്നുകാലികൾക്കും അവർ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ ഫാറ്റും SNF-നും ഒരു പർട്ടിക്കുലർ ഇത്രയാണ് എന്നൊരു സ്റ്റാൻഡേർഡ് FSSAI പ്രകാരമുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് ഓഫ് മിൽക്ക്, ബഫല്ലോ മിൽക്ക്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട, പക്ഷെ ഒന്ന് നോക്കിപ്പോണം. ഇത് നമ്മളുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിലുള്ള വാല്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഇത്രയാണെന്ന്. എസ്പെഷ്യലി കൗ മിൽക്കിൻ്റെ കേസാണ് നമ്മൾ പഠിക്കുക, എന്നാലും എല്ലാം ഒന്ന് നോക്കിപ്പോണേ. പിന്നെ മിക്സ്ഡ് മിൽക്ക്, സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ബഫല്ലോ മിൽക്ക് എല്ലാം ഇന്ത്യയിലെ കേസാണ് പറയുന്നത്. അപ്പോൾ ബഫല്ലോ മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ മിനിമം മിൽക്ക് ഫാറ്റ് പെർസെൻ്റ് എന്ന് പറയുന്നത് 5 ആണ്. അതിൻ്റെ മിനിമം സോളിഡ് നോൺ ഫാറ്റ്, അതായത് പാലിൽ നിന്ന് ഫാറ്റ് ഒഴികെയുള്ള മറ്റ് കമ്പോണൻസ്, അതായത് എന്താണ് പ്രോട്ടീൻസ്, ലാക്ടോസ്, മിനറൽസ്, അങ്ങനത്തെ സാധനങ്ങൾ, അതാണ് സോളിഡ് നോൺ ഫാറ്റ്സ്. നമ്മളുടെ ഫാറ്റ് ഒഴിച്ചുള്ള മറ്റ് ഖരപദാർത്ഥങ്ങളെല്ലാം ചേർന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മിനിമം പെർസെൻ്റ് എത്രയാണ്? 9 ആണ്. ബഫല്ലോ മിൽക്കിൻ്റെ കേസിലാണ്. ബഫല്ലോ മിൽക്കിന് നമ്മളുടെ പശുവിൻ പാലിനേക്കാളും കുറച്ചും കൂടെ കൊഴുപ്പ് കൂടുതലായിരിക്കുമെന്ന് നമുക്ക് കണ്ടാൽ അറിയാലോ. അപ്പോൾ എന്താണ്? അതിന് 5% ഫാറ്റും വേണം മിനിമം. അതുപോലെ തന്നെ സോളിഡ് നോൺ ഫാറ്റ് അല്ലെങ്കിൽ SNF 9% ആയിരിക്കണം. ഇനി കൗ മിൽക്കിൻ്റെ കേസിൽ മിനിമം മിൽക്ക് ഫാറ്റ് പെർസെൻ്റ് എന്ന് പറയുന്നത് 3.2 ആണ്. അതിൻ്റെ മിനിമം മിൽക്ക് സോളിഡ് നോൺ ഫാറ്റ് അല്ലെങ്കിൽ SNF എന്ന് പറയുന്നത് 8.3 ആണ്. ഇപ്പം നമ്മളിങ്ങനെ പഠിക്കുന്നത് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട്, അതായത് പശുവിൽ നിന്ന് കിട്ടുന്ന പാല് എന്ന രീതിക്കാണ് പഠിക്കുന്നത്. ഇനി ഇതേ പാലിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഇത്ര ഫാറ്റ്, ഇത്ര SNF എന്ന് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാല്യൂസും ഇതിൻ്റെ വാല്യൂസും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ടേബിൾ പഠിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു ടേബിൾ ഉണ്ട്, അതും കൂടെ പഠിക്കണം കേട്ടോ. അപ്പം കൗ മിൽക്ക് എന്ന് കേൾക്കുമ്പോൾ ഇത് തന്നെയാണല്ലോ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, പിന്നെ എന്താ വ്യത്യാസം വന്നതെന്ന് വിചാരിക്കേണ്ട. ഇത് നോർമൽ സ്പീഷീസിനനുസരിച്ചുള്ള മിനിമം ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ് മാത്രമാണ് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, മറ്റേ ടേബിൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ. അടുത്തത് ഗോട്ട് മിൽക്ക്. ഗോട്ട് മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ മിനിമം ഫാറ്റ് എന്ന് പറയുന്നത് 3% ആണ്. അതിൻ്റെ SNF മിനിമം 8% ആണ്. ഇനി ക്യാമൽ മിൽക്ക് അത്ര സുപരിചിതമല്ല നമുക്ക്, എങ്കിലും എന്താണ് ഒട്ടകത്തിൻ്റെ പാലാണെങ്കിൽ അതിനകത്ത് 2% മാത്രമായിരിക്കും എന്തുണ്ടാവുക? ഫാറ്റ് കണ്ടന്റ്, മിനിമം ഫാറ്റ് കണ്ടന്റ് 2% ആണ്. അതുപോലെ മിനിമം SNF എന്ന് പറയുന്നത് 6 ആണ്. ഇനി മിക്സ്ഡ് മിൽക്ക്, അതായത് ഒന്നിലധികം സ്പീഷീസുകളുടെ പാല് മിക്സ് ചെയ്തത്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ മിക്സ്ഡ് മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ മിനിമം മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 4.5 ആണ്. അതിൻ്റെ SNFൻ്റെ മിനിമം എന്ന് പറയുന്നത് 8.5 ആണ്. അതേ വാല്യൂ ആണ് സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്കിന്. മാറിപ്പോവരുത്. മിക്സ്ഡ് മിൽക്കിനും സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്കിനും ഒരേ വാല്യൂസ് ആണ്. ഇതാ നോക്കിക്കേ, 4.5 ഫാറ്റ് പെർസെൻറ്റും 8.5 SNF ആണ്. 4.5 ഫാറ്റ് പെർസെൻറ്റും 8.5% SNF-ഉമാണ് മിക്സ്ഡ് മിൽക്കിനും സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്കിനും. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കുക. നിങ്ങൾ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ പല ക്ലാസ്സുകളായിട്ട് പല ടേബിളുകൾ തരും. അതുപോലെ റിവിഷൻ ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ടേബിളാക്കി തരുന്നതാണ്. അപ്പോൾ ഈ ടേബിൾസ് നിങ്ങൾ സ്പെഷ്യലി എടുത്ത് പഠിക്കുക. എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് ഒരു 1 വീക്കൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഈ ഇങ്ങനത്തെ ടേബിളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ദിസ് മിൽക്സ് can be subjected to pasteurization, boiling, sterilization or ultra high temperature pasteurization treatment. അപ്പോൾ എന്താണ്, നമുക്ക് ഈ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള പാലുകൾ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ആണെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് പശുവിൻ്റെയോ ആടിൻ്റെയോ ഒക്കെ പാല് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നു, തിളപ്പിക്കുന്നു, കുടിക്കുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ FSSAI ആക്ട് പ്രകാരം നമ്മൾ ഇതൊരു മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പാലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സിംഗ് ടെക്നിക്കുകളിലൂടെ കടന്നു പോയിരിക്കണം. അപ്പോൾ നമുക്കതിനെ ഹോമോജിനൈസ് ചെയ്യാം. ഹോമോജിനൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനകത്തുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഒക്കെ യൂണിഫോം സൈസ് ആക്കാൻ വേണ്ടിയിട്ടും ക്രീം ഇങ്ങനെ മുകളിൽ പാട കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും യൂണിഫോം ആയിട്ടുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുമാണ്. ഇനി എന്താണ് പാസ്ചറൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? അതിനകത്തുള്ള പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണ് ആ പാലിന്റെ ഡൈജസ്റ്റബിലിറ്റി, അതിന്റെ ടേസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യും. പിന്നെ അതിൽ തന്നെ നമ്മൾ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈവൻ റൂം ടെമ്പറേച്ചർ, അതായത് റെഫ്രിജറേഷൻ കണ്ടീഷൻ ഇല്ലാത്ത കണ്ടീഷനിൽ പോലും നമുക്ക് ഒരുപാട് നാൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പുറമേ തന്നെ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. കാരണം അവിടെ ഒരു 135 to 150 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഹൈ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രോസസ്സിങ്ങിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വിധേയമാകുന്നുണ്ട് എന്നുകൂടെ ഓർത്തിരിക്കുക. ഇനി സ്റ്റാൻഡർഡൈസേഷൻ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കുറേ പ്രോസസ്സുകൾ പഠിച്ചു. പക്ഷേ ഈ പ്രോസസ്സുകളിലൊന്നും നമ്മൾ പറഞ്ഞില്ലാത്തൊരു കാര്യമായിരുന്നു സ്റ്റാൻഡർഡൈസേഷൻ. കാരണം നിങ്ങളുടെ സിലബസിൽ എടുത്തു കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ മിൽക്ക് പ്രോസസ്സിങ് പഠിക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് സ്റ്റാൻഡർഡൈസേഷൻ. ഇൻ കേസ് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് സംഭവം എന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്സ് ഓഫ് മിൽക്ക് പഠിച്ച കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതറിഞ്ഞാലേ നമുക്ക് ഈ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്കിൻ്റെയൊക്കെ വ്യത്യാസം കൂടെ അറിയാൻ സാധിക്കും. Okay, so what is called standardization? Standardization is the process of adjusting the composition of milk, especially the fat and SNF content, to meet the legal requirements or specific product standards. അപ്പോൾ എന്താണ്, നമ്മളുടെ വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ള പാലുകൾക്ക്, അത് പലതരത്തിലുള്ള പാലുകളാവാം, എന്ത് സ്പെഷ്യൽ മിൽക്സ് എന്തോ ആയിക്കോട്ടെ, അതിനൊരു പർട്ടിക്കുലർ ഫാറ്റ് പെർസെൻറ്റും SNF പെർസെൻറ്റും വേണമെന്ന് FSSAI നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാറ്റ് പെർസെൻറ്റും SNF പെർസെൻറ്റും എങ്ങനെ അറ്റൈൻ ചെയ്യാം? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പശുവിൽ നിന്നോ എരുമയിൽ നിന്നോ ആടിൽ നിന്നോ എവിടെ നിന്നാലും പാല് കളക്ട് ചെയ്യുന്നു. ഈ കളക്ട് ചെയ്യുന്ന പാല് ഓരോ പശുവിൻ്റെയും പാല് വ്യത്യാസപ്പെട്ടിരിക്കും. അത് ബ്രീഡിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ എന്താണ്, അതിൻ്റെ സീസൺ, കളക്ട് ചെയ്യുന്ന സീസണ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതിന് കൊടുക്കുന്ന ഫീഡിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമ്മൾ എന്താണ്, കൺസ്യൂമേഴ്സിന് കയ്യിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ഈ എല്ലാ പ്രോസസ്സുകൾക്കും വിധേയമായതിനു ശേഷമാണ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലെത്തുന്നത്. ഹോമോജിനൈസേഷൻ, പാസ്ചറൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ എല്ലാം. അപ്പം ആ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മിൽമയുടെ ഒരു കവർ പാല് വാങ്ങിച്ചു. അപ്പോൾ അതിൽ എന്താണ്, ടോൺഡ് മിൽക്ക് എന്ന് എഴുതിയിരുന്നു. ടോൺഡ് മിൽക്ക് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എന്താണ്, ഇന്ന് വാങ്ങിയപ്പം കൊള്ളാം, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഓക്കെയാണ്, ഇത്ര ഫാറ്റ് പെർസെൻറ്റ്, ഇത്ര SNF പെർസെൻറ്റ്, ഞാൻ ലേബലൊക്കെ നോക്കുന്ന ആളാണ്. അപ്പം എന്താണ്, 3% ഫാറ്റും ഉണ്ട്, 8.5% SNF ഉണ്ട്, ഓക്കെ, ഐ ആം സാറ്റിസ്ഫൈഡ്. നാളെ ഞാൻ പോയി വാങ്ങുമ്പോൾ അതിനകത്ത് എന്താണ്, വെള്ളം പോലെ ഇരിക്കുന്നു, ഒരു ഫാറ്റ് കണ്ടൻറ്റും ഇല്ല, അങ്ങനത്തെ ഒരു ഇത്. അപ്പം എന്താണ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ന്യൂട്രീഷണൽ ക്വാളിറ്റി അതിനില്ല. പിറ്റേ ദിവസം ഉള്ളതും ഇന്നത്തെയും തമ്മിൽ വേരി ചെയ്യുന്നു അല്ലേ. അപ്പോൾ എനിക്ക് ആ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നുന്നു? ഇല്ല. അപ്പോൾ ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞൊരു പാക്കറ്റ് നമ്മൾ ഇന്ന് വാങ്ങിയാലും നാളെ വാങ്ങിയാലും മറ്റന്നാൾ വാങ്ങിയാലും അതിൻ്റെ ഫാറ്റ് പെർസെൻറ്റും SNF പെർസെൻറ്റും കൃത്യമായിരിക്കണം, ഒരേപോലെ ഇരിക്കണം. പക്ഷേ ചിലപ്പോൾ ബ്രീഡ് മാറാം, ചിലപ്പോൾ സ്പീഷീസ് മാറാം, അല്ലെങ്കിൽ ചിലപ്പം അതിന് കൊടുക്കുന്ന ഫീഡ് മാറാം, അല്ലെങ്കിൽ പാല് കളക്ട് ചെയ്യുന്ന സീസൺ മാറാം. ഇതിനനുസരിച്ചൊക്കെ പാലിന് വേരിയേഷൻ വരാം അല്ലേ. അപ്പോൾ പല പശുക്കളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പാൽ ഒന്നിച്ചായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്, നമുക്ക് പാക്ക് ചെയ്ത് കിട്ടുന്നത്. പക്ഷേ ഫൈനലി നമ്മുടെ കയ്യിലെത്തുമ്പോൾ അതിൻ്റെ ഫാറ്റ് പെർസെൻറ്റും SNF പെർസെൻറ്റും കൃത്യമായിരിക്കും, ലേബലിൽ എഴുതിയ പോലെ തന്നെ ആയിരിക്കണം അല്ലേ. അപ്പം അത് എങ്ങനെ ചെയ്യും? എങ്ങനെയാണ് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത പാല്, പല ഭക്ഷണം കഴിച്ച് വളർന്ന പശുക്കളുടെ പാല്, പല ബ്രീഡുകളിലുള്ള പശുക്കളുടെ പാലിൻ്റെ ഫാറ്റും SNFും ഒരേപോലെ ആക്കുന്നത്? അതിനു വേണ്ടിയാണ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മിൽക്കിൻ്റെ
കോമ്പോസിഷനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മിൽക്കിന്റെ അകത്തുള്ള കോമ്പോസിഷനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫാറ്റും സോളിഡ് നോൺ ഫാറ്റ് കണ്ടന്റുമാണ്. ഇതാണ് നമ്മൾ ആ ലീഗൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ആക്കിയെടുക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. അതെന്താണെന്നാണ് നോക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൗവിന്റെ ബ്രീഡ്, സീസൺ, ഫീഡ് ഇതിനൊക്കെ അനുസരിച്ച് സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. അപ്പോൾ കൺസ്യൂമറിന് ആ ഒരു പ്രോഡക്റ്റ് കിട്ടണ്ട. അപ്പം എപ്പോഴും അത് ഒരേ നിലവാരം മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു സ്പെസിഫിക് ബ്രാൻഡിന്റെ ടോണ്ട് മിൽക്ക് വാങ്ങുമ്പോൾ അതിനെപ്പോഴും അതേ ഗുണനിലവാരമാണ്, അതിന് അതേ ന്യൂട്രീറ്റീവ് വാല്യൂ ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് നാച്ചുറൽ മിൽക്ക് വേരീസ് ബേസ്ഡ് ഓൺ ദ കൗസ് ബ്രീഡ്, the season, the feed, the standardization ensures that the consumers get a consistent product every time they buy from a specific brand. ഇപ്പോൾ മിൽമയുടെ ഒരു സ്പെസിഫിക് ബ്രാൻഡിൽ നമ്മൾ വാങ്ങിയാൽ അവർക്കൊരു കൺസിസ്റ്റന്റ് പ്രോഡക്റ്റ് ആയിരിക്കണം. ഇന്ന് വാങ്ങിയാലും നാളെ വാങ്ങിയാലും മറ്റന്നാൾ വാങ്ങിയാലും അതിന്റെ ഫാറ്റും SNFും സെയിം ആയിരിക്കണം. എക്സസ് ഫാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് and sold separately as butter or ghee, which is more profitable to the dairy. അപ്പോൾ ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ആ പരിപാടിയാണ്. കാരണം ഇങ്ങനെ സ്റ്റാൻഡർഡൈസേഷൻ വിധേയമാക്കുമ്പോൾ ചിലതിൻ്റെ കേസിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഫാറ്റ് കണ്ടന്റ് കുറവായിട്ടുള്ള പാല് മതി. അപ്പോൾ അവരങ്ങനത്തെ പാലേ ചൂസ് ചെയ്യുള്ളൂ. അങ്ങനെ കുറഞ്ഞ ഫാറ്റ് കണ്ടന്റ് ഉള്ള പാല് വേണമെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് ഫാറ്റ് റിമൂവ് ചെയ്തിരിക്കണം അല്ലേ. അങ്ങനെ റിമൂവ് ചെയ്യുന്നതും ഈ സ്റ്റാൻഡർഡൈസേഷൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്ത ഫാറ്റിനെ നമുക്ക് മറ്റ് പ്രോഡക്റ്റുകളാക്കി മാറ്റാം. എന്തൊക്കെയാക്കി മാറ്റാൻ പറ്റും? ബട്ടർ, ഗീ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്രീമുകളൊക്കെ ആക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ അതും ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലേക്ക് വിധേയമാകാൻ. അപ്പോൾ ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലത്തെ സംഭവമാണ്. അതായത് നമ്മൾ പാല് ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, അപ്പോൾ അവർക്കൊക്കെ ഫാറ്റ് കണ്ടന്റ് കുറവുള്ള പാല് മതി അല്ലേ. അപ്പോൾ അവരെപ്പോഴും പ്രിഫർ ചെയ്ത് ഫാറ്റ് കണ്ടന്റ് വളരെ കുറവായിട്ടുള്ള പാലായിരിക്കും. അങ്ങനെ പാൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ നോർമലി നമുക്ക് കിട്ടുന്ന പ്രോസസ്സ് ചെയ്ത പാലിനകത്ത് നിന്ന് എന്ത് റിമൂവ് ചെയ്യണം? ഫാറ്റിനെ റിമൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ക്രീം സെപ്പറേഷൻ ചെയ്യും. ക്രീം സെപ്പറേഷൻ നമ്മൾ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഫാറ്റിനെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൂടെ ചേർത്തുള്ള പാലാണ് ആരിലേക്ക് എത്തിക്കുന്നത്? ഇപ്പോൾ സ്കിംഡ് മിൽക്കായിട്ട് അല്ലെങ്കിൽ ഫാറ്റ് കുറവായിട്ടുള്ള പാലായിട്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫാറ്റ് ഉണ്ടല്ലോ, ഈ ഫാറ്റിനെ നമുക്ക് മറ്റ് പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ സാധിക്കും. അതായത് ഇപ്പോൾ ബട്ടർ, ഗീ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രീമുകളൊക്കെ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനാണ്, ലാർജ് സ്കെയിലാണ് നടക്കുന്നത്. അപ്പോൾ അത്രയധികം ക്രീമും സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഈ ക്രീമിനെ നമുക്ക് മറ്റ് മിൽക്ക് പ്രോഡക്റ്റുകളാക്കി കൺവേർട്ട് ചെയ്ത് അതിൽ നിന്നൊരു ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്നു. അതേസമയം ഈ ഫാറ്റ് ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റ് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള പാലിനെ ആസ് സച്ച് നമുക്ക് വിൽക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ബെനിഫിറ്റ് കിട്ടും. ആ സെപ്പറേറ്റ് ചെയ്ത ക്രീമിൽ നിന്നും ആ ഫാറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള പാലിൽ നിന്നും. അങ്ങനെ രണ്ട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ക്രീം സെപ്പറേഷൻ ശരിക്കും എന്തിനാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷന്റെ ഭാഗമായിട്ടാണ് ക്രീം സെപ്പറേഷൻ ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, ടു റിക്കവർ ഫാറ്റ് ഫ്രം മിൽക്ക്, ഫാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് സച്ച് ആസ് ക്രീം, ബട്ടർ, ഗീ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രീം, ബട്ടർ, ഗീ എന്നിവയൊക്കെ നമുക്ക് ഈ റിമൂവ് ചെയ്യപ്പെട്ട ഫാറ്റിൽ നിന്നും എടുക്കാൻ സാധിക്കും. പിന്നെന്താണ്? ടു ഒബ്റ്റെയിൻ എ ലോ ഫാറ്റ് ഓർ ഫാറ്റ് ഫ്രീ മിൽക്ക്, അതായത് ഫാറ്റ് കണ്ടന്റ് വളരെ കുറഞ്ഞ പാല് അല്ലെങ്കിൽ ഫാറ്റ് ഇല്ലാത്ത പാല്, അതായത് നമ്മുടെ സ്കിംഡ് മിൽക്ക് എന്നൊരു ടേം കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർക്കണം, പാലിൽ നിന്ന് ഫാറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും ലാക്ടോസും പ്രോട്ടീനും മിനറലും വൈറ്റമിൻസും എല്ലാം കൂടെ ചേർന്നതാണ് സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത്. അതായത് ഫാറ്റ് ഈസ് റിമൂവ്ഡ്. ഓക്കെ, ആ ഫാറ്റ് റിമൂവ് ചെയ്യപ്പെട്ടതിനാണ് സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഈ സ്കിംഡ് മിൽക്ക് ആണ് ജനറലി കുറച്ചുകൂടെ ഹെൽത്തിയർ വെർഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഫാറ്റ് ഇല്ലല്ലോ. പക്ഷേ എല്ലാവരും സ്കിം മിൽക്ക് പ്രിഫർ ചെയ്യുന്നില്ല. ചിലർ പാല് ടേസ്റ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു സമീകൃത ആഹാരമാണല്ലോ. അപ്പം എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സ്കിം മിൽക്ക് എന്ന് പറയുമ്പം കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ സ്കിം മിൽക്ക് ഈസ് പ്രിപ്പയർഡ്
പ്രിപ്പയർ ദ സ്കിം മിൽക്ക് പൗഡർ, ഡയറി വൈറ്റ്നർ, കണ്ടൻസ്ഡ് സ്കിം മിൽക്ക് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഫാറ്റ് റിമൂവ് ചെയ്യപ്പെട്ട സ്കിം മിൽക്ക് ഒന്നെങ്കിൽ ആസ് സച്ച് നമുക്ക് വിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ എന്തുണ്ടാക്കാം, സ്കിംഡ് മിൽക്ക് പൗഡർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡയറി വൈറ്റ്നർ ഉണ്ടാക്കാം, കണ്ടൻസ്ഡ് സ്കിം മിൽക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് റിമൂവ് ചെയ്ത ഫാറ്റിൽ നിന്ന് ക്രീം, ബട്ടർ, ഗീ എന്നിവ ഉണ്ടാക്കാം. ഈ ബാക്കി വരുന്ന സ്കിംഡ് മിൽക്ക് ആസ് സച്ച് വിൽക്കാം, അല്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് പൗഡർ ആക്കാം, അല്ലെങ്കിൽ ഡയറി വൈറ്റ്നറോ കണ്ടൻസ്ഡ് സ്കിം മിൽക്കോ ഒക്കെ ആക്കാം. അങ്ങനെ 2 ബെനിഫിറ്റ് കിട്ടി. ഇനി എന്താണ്, ടു സ്റ്റാൻഡർഡൈസ് ദ ഫാറ്റ് കണ്ടന്റ് ഓഫ് മിൽക്ക്. പാലിനകത്ത് സ്വതസിദ്ധമായിട്ട് അടങ്ങിയിരിക്കുന്ന ഫാറ്റ് കണ്ടന്റിനെ കൺസ്യൂമറിന്റെ താല്പര്യപ്രകാരം പല കാറ്റഗറി ആക്കി നമ്മൾ, അല്ലെങ്കിൽ പല സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മിൽക്കുകളാക്കി മാറ്റുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഉണ്ട്, ഇത്ര ഫാറ്റ് ഇത്ര SNF എന്ന്. അതിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് കൂട്ടിയും കുറച്ചും കൊണ്ടുവരാൻ സാധിക്കും. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത്? ദർ ആർ മെയിൻലി 2 ways to change the composition of milk. അപ്പോൾ പാലിന്റെ കോമ്പോസിഷൻ പ്രധാനമായും 2 രീതിയിലാണ് മാറ്റപ്പെടുന്നതെന്നാണ് പറയുന്നത്. ആദ്യത്തേതാണ് റിമൂവൽ ഓഫ് ഫാറ്റ്, അതാണ് ക്രീം സെപ്പറേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇഫ് ദ റോ മിൽക്ക് ഹാസ് ഹൈ ഫാറ്റ് കണ്ടന്റ് ദാൻ നീഡഡ്, the excess fat is removed using centrifugal cream separator. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു സെൻട്രിഫ്യൂഗൽ ക്രീം സെപ്പറേറ്റർ ആണ്. അതായത് നമ്മളൊരു പശുവിൻ്റെ പാല് കളക്ട് ചെയ്തു. അപ്പം അതിൻ്റെ പ്രൈമറി ക്വാളിറ്റി ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലെത്തി. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ആ പാലിൽ, അതായത് നമ്മൾ എവിടുന്നോ കളക്ട് ചെയ്തൊരു പാലാണല്ലേ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 5% ആണ്. പക്ഷേ എനിക്ക് ഉണ്ടാക്കേണ്ടത് ടോണ്ട് മിൽക്കാണ്. ടോണ്ട് മിൽക്കിൻ്റെ FSSAI പ്രകാരമുള്ള ഫാറ്റ് പെർസെൻറ്റ് എത്രയാണ്? 3% ആണ്. പക്ഷേ എൻ്റെ പാലിൽ എത്രയുണ്ട്? 5% ഉണ്ട്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് 2% ഫാറ്റിനെ കളയണം അല്ലേ. അപ്പോൾ ആ ഫാറ്റിനെ കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുപയോഗിക്കും? സെൻട്രിഫ്യൂഗൽ ക്രീം സെപ്പറേറ്റർ ഉപയോഗിക്കും. സെൻട്രിഫ്യൂഗൽ എന്ന ടേം കാണുമ്പോഴേ നമുക്കറിയാം നല്ല സ്പീഡിൽ കറങ്ങുന്നു അല്ലേ. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ കറങ്ങി അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സെപ്പറേഷൻ നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. സോ milk is spun at high speeds. Since fat is lighter than the rest of the milk, it is moved towards the center while the heavier skim milk moves to the outside. അപ്പോൾ നമുക്കറിയാം ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത് ലൈറ്റർ ആണല്ലേ. അപ്പം ലൈറ്റർ ആയിട്ടുള്ള ഫാറ്റ് എന്ത് വരും? താഴേക്ക് വരും, നടുക്കോട്ട് വരും. എന്നാൽ സ്കിം മിൽക്ക് കുറച്ചും കൂടെ ഹെവിയർ ആണ്. അതായത് അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ആ സ്കിം മിൽക്ക്, അതായത് ഫാറ്റ് ഒഴികെയുള്ള മറ്റ് സാധനങ്ങൾ എന്താണ്? സൈഡിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ചിലപ്പോൾ തിരിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം കേട്ടോ. ചിലപ്പോൾ ഫാറ്റ് ഈസ് മോർ ഹെവിയർ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കഥ മനസ്സിലാക്കിക്കണം. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഫാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റർ മോളിക്യൂൾസ് ആണ്. സോ അവരെന്താണ്? നടുക്കോട്ട് വരും. എന്നിട്ട് സ്കിം മിൽക്ക്, ബാക്കിയുള്ള ആ ഒരു കണ്ടന്റ് എന്താണ്? അത് ഔട്ട് സൈഡിലേക്ക് പോകും. അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് ഇത് സെപ്പറേറ്റഡ് ആവുന്നത്. ഓക്കെ, അങ്ങനെ the machine have valves that allows the operator to bleed off the exactly enough cream to reach the target percentage. അപ്പോൾ 5%ലുള്ള നമ്മളുടെ ഫാറ്റിനെ 3%ലേക്ക് എങ്ങനെയാക്കും? ഇതിനകത്ത് പർട്ടിക്കുലർ വാൽവ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ റിമൂവ് ചെയ്യപ്പെടേണ്ട 2% ഫാറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാക്റ്റ് അത്ര റിമൂവ് ചെയ്ത് ആ ടാർഗറ്റ് പെർസെൻ്റ് ആയിട്ടുള്ള 3% എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെക്കാനിസം എന്താണ്? ഈ മെഷീനിലുണ്ട്. അപ്പം നമുക്ക് ആവശ്യമായ അത്ര മാത്രം ഫാറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് ലെവലിലേക്ക്, അതായത് 3%ലേക്ക് ഇതിൻ്റെ ഫാറ്റിനെ കുറച്ച് കൊണ്ടുവരാൻ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ക്രീം സെപ്പറേറ്റർ വഴി നമുക്ക് സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഫാറ്റ് എന്ന് പറയുന്നത് ലൈറ്റർ മോളിക്യൂൾസ് ആണ്. അവർ നടുക്കോട്ട് വരും. ഹെവിയർ ആയിട്ടുള്ള സ്കിം മിൽക്ക് ഔട്ട്വേർഡ്സ് പോകും. എന്നിട്ട് ഈ ആവശ്യമായിട്ട് റിമൂവ് ചെയ്യേണ്ടത്ര മാത്രം ഫാറ്റിനെ റിമൂവ് ചെയ്ത് ബാക്കി അതിനുള്ളിൽ തന്നെ വെച്ചിട്ട് എന്താണ് നമ്മൾ ടോണ്ട് മിൽക്കിനെ ഉണ്ടാക്കുക. അതായത് 5% ഫാറ്റിനെ മാറ്റി 3% ആക്കുന്നു. 2% ഫാറ്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം പറയുവാണേ. ഇനി രണ്ടാമത്തത് അഡീഷൻ ഓഫ് സോളിഡ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഫാറ്റിൻ്റെ കേസിലാണ് ക്രീം സെപ്പറേറ്റർ പറഞ്ഞത്. ഇനി സോളിഡ് നോൺ ഫാറ്റ്സിനും നമ്മുടെ FSSAI പ്രകാരം ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട് അല്ലേ. ഒരു ടോണ്ട് മിൽക്കിന് 8.5, ഡബിൾ ടോണ്ട് മിൽക്കിന് 9, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടേബിൾ പഠിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ കൂട്ടിയും കുറച്ചും അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടത് എന്താണ്? സോളിഡ് നോൺ ഫാറ്റുകളെ, അതായത് ഫാറ്റ് ഒഴികെയുള്ള മറ്റ് ഖരവസ്തുക്കൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് നോൺ ഫാറ്റുകൾ എന്ന് പറയുന്നത്. സോ എന്താണ്
ഇപ്പോൾ നമ്മൾ ഒരു പശുവിൽ നിന്ന് കളക്ട് ചെയ്യുന്ന റോ മിൽക്ക്, അതിനകത്ത് സോളിഡ് നോൺ ഫാറ്റിൻ്റെ അളവ് കുറവാണ് എങ്കിൽ, അതായത് പ്രോട്ടീൻ, ലാക്ടോസ് അങ്ങനത്തെ സംഭവങ്ങൾ കുറവാണ്, അപ്പം നമ്മളുടെ റിക്വയർഡ് മെഷർ അറ്റൈൻ ചെയ്യുന്നില്ല എങ്കിൽ അത് കൂട്ടിക്കൊണ്ടുവരണം അല്ലേ. അത് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്തേക്ക് ഒന്നെങ്കിൽ സ്കിം മിൽക്ക് പൗഡർ ആഡ് ചെയ്യും. എന്താണ് സ്കിം മിൽക്ക് പൗഡർ? പാലിൽ നിന്ന് വെള്ളവും അതുപോലെ തന്നെ ഫാറ്റും റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് സ്കിം മിൽക്ക് പൗഡർ. ഈ സ്കിം മിൽക്ക് പൗഡറിനെ നമ്മൾ ഈ റോ മിൽക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ ഇൻക്രീസ് ആകുന്നത് എന്താണ്? പ്രോട്ടീൻ, ലാക്ടോസ്, മിനറൽസ് പോലുള്ള സാധനങ്ങളാണ് ആഡ് ചെയ്യപ്പെടുന്നത് അല്ലേ. ഫാറ്റ് ഇല്ല, സ്കിം മിൽക്കാണ്, അപ്പം ഫാറ്റ് ഇല്ല. അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ നമ്മുടെ ഈ റോ മിൽക്കിലേക്ക് ആഡ് ചെയ്യുമ്പം അതിനകത്തുള്ള ടോട്ടൽ പ്രോട്ടീൻ, ടോട്ടൽ ലാക്ടോസ്, ടോട്ടൽ മിനറൽസ് ഒക്കെ ഇൻക്രീസ് ആവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ക്രീം, അതായത് ഫാറ്റ് കൂടുതലാണെങ്കിൽ ക്രീം സെപ്പറേറ്റർ വഴി നമ്മൾ ഫാറ്റിനെ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് SNF കുറവാണെങ്കിൽ SNF കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താണ്? സ്കിം മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നു. സ്കിം മിൽക്ക് പൗഡർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഫാറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള സ്കിം മിൽക്കിനകത്തുള്ള കണ്ടന്റുകളാണ്. പിന്നെ പൗഡർ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഓർക്കുക, അതിനകത്ത് വാട്ടറും റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ്റെയും ലാക്ടോസിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സ്കിം മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് സ്കിം മിൽക്ക്. കോൺസെൻട്രേറ്റഡ് സ്കിം മിൽക്ക് എന്ന് പറയുമ്പോഴും എന്താണ്? ആ ലിക്വിഡ് മിൽക്കിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്തിട്ടുള്ള ഫോമാണ് കോൺസെൻട്രേറ്റഡ് സ്കിം മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനും സെയിം ഉദ്ദേശമാണ്. നമ്മളുടെ പാലിനകത്തുള്ള പ്രോട്ടീൻ, ലാക്ടോസ്, മിനറൽസ് മുതലായിട്ടുള്ള സാധനങ്ങളെ ഇൻക്രീസ് ചെയ്യുക, അതായത് SNF കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ സ്കിം മിൽക്ക് പൗഡർ അല്ലെങ്കിൽ എന്താണ് കോൺസെൻട്രേറ്റഡ് സ്കിം മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഫാറ്റിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രീം സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ഡിഫറൻസ് ഓർത്തിരിക്കണേ. ഇനി നോക്കിക്കേ, to know exactly how much product A must be mixed with product B, dairy technicians use a mathematical tool called Pearson square method. അപ്പോൾ ഈ ഒരു പേര് ഓർത്തിരിക്കണേ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ SNF കുറവാണെങ്കിൽ അതിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഫാറ്റ് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിലേക്ക് ഇതിനെ ആ ഒരു ഫിറ്റ് ഇൻ ടു ബോക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ടോണ്ട് മിൽക്ക് ആണെങ്കിൽ 3% ഫാറ്റ്, 8.5% SNF എന്ന് പറയുന്ന ആ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്? ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ പിയേഴ്സൺ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. പിയേഴ്സൺ സ്ക്വയർ മെത്തേഡ്, അത് ഓർത്തിരിക്കണേ. പിയേഴ്സൺ സ്ക്വയർ മെത്തേഡ്, എത്രത്തോളം സ്കിം മിൽക്ക് നമ്മൾ ഹോൾ മിൽക്കിലേക്ക് ആഡ് ചെയ്താലാണ് അതിൻ്റെ SNF കണ്ടന്റ് കൂട്ടിയെടുക്കാൻ സാധിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പിയേഴ്സൺ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുകയാണ്. കുറച്ച് ബോറിംഗ് ആണോ ഇതെന്ന് വെച്ചാൽ? ഇങ്ങനെയൊന്നും ചിലപ്പം ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് ചിലപ്പം ചോദിക്കാനും സാധ്യതയുണ്ട്. എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്, അതായത് ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് സെൻട്രൽ എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ PSC വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ചിലപ്പം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അപ്പം നോക്കിക്കേ, you want to make milk with 3% fat using whole milk of 5% and skim milk of 0.1% fat. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഹോൾ മിൽക്ക്, അതായത് നമ്മൾ കളക്ട് ചെയ്ത നമ്മളുടെ സ്റ്റാൻഡർഡൈസേഷന് കൊണ്ടുവന്നിരിക്കുന്ന ആ റോ മിൽക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ടല്ലേ. ഫാറ്റ് ഉണ്ട്, SNF ഉണ്ട്, വാട്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാറ്റ് പെർസെൻ്റ് എന്ന് പറയുന്നത് 5% ആണ്. കാണാമല്ലോ, ഹോൾ മിൽക്കിൻ്റെ ഫാറ്റ് പെർസെൻ്റ് എന്ന് പറയുന്നത് 5% ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സ്കിംഡ് മിൽക്ക് ഉണ്ട്. അപ്പോൾ സ്കിംഡ് മിൽക്കിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ അനുസരിച്ച് അത് എന്താണ്? ഒരു 0.05% കുറവായിരിക്കും, അല്ലെങ്കിൽ എന്താണ് 0.5% കുറവായിരിക്കും അതിനകത്ത് ഫാറ്റ് കണ്ടന്റ്. അതായത് ഫാറ്റ് കണ്ടന്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ സ്കിം മിൽക്ക് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? 0.1% സ്കിം മിൽക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണ്? അതായത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഹോൾ മിൽക്കിനകത്ത് എത്രയാണ്? 5% ഫാറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്കിം മിൽക്കിൽ 0.1% ആണ് സ്കിം മിൽക്ക് ഉള്ളത്. അപ്പം നമ്മൾ എത്ര പാർട്ട് ഓഫ് ഇത് ആഡ് ചെയ്ത് കൊടുത്താലാണ് നമ്മളുടെ ഡിസയേർഡ് ആയിട്ടുള്ള 3% എത്തുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഒരു സൈഡിൽ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് ഹോൾ മിൽക്കിൻ്റെ ഫാറ്റ് പെർസെൻ്റ് എന്നും, അതുപോലെ സ്കിം മിൽക്കിൻ്റെ അകത്ത് എത്ര ഫാറ്റ് പെർസെൻ്റ് ഉണ്ടെന്നും എഴുതുക. ഓക്കെ, അത് ലെഫ്റ്റ് സൈഡിൽ എഴുതി. ഇനി നമുക്ക് വേണ്ടത് 3 ആണല്ലേ.
സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയഗണലി സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 5 ആണല്ലോ ഹോൾ മിൽക്ക്, -3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 2 കിട്ടി അല്ലേ. സോ 2 പാർട്ട് ഓക്കെ. അപ്പോൾ 2 പാർട്ട് ഓഫ് സ്കിം മിൽക്ക്, ഇതിന് നേരെയുള്ളത് എന്താണ്, സ്കിം മിൽക്ക്, അങ്ങനെ ഓർത്താൽ മതി. സോ 2 പാർട്ട് ഓഫ് സ്കിം മിൽക്കാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എത്രത്തോളം ഹോൾ മിൽക്ക് ആവശ്യമാണെന്നുള്ളത് ഇതിന് നേരെ വരണം. അതെങ്ങനെ എഴുതും, ഇതിനെ ഡയഗണലി സബ്സ്ട്രാക്ട് ചെയ്യും. പക്ഷെ ഡയഗണലി സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്ലസ് ഓർ മൈനസ് സൈന് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് സ്കിം മിൽക്ക് നോക്കിയേ 0.1%, അപ്പോൾ 0.1 മൈനസ് ഇവിടെ എത്രയാണ് 3, അപ്പോൾ എത്ര കിട്ടി നമുക്ക്, -2.9 കിട്ടി. നമ്മൾ പറഞ്ഞു പ്ലസ് ഓർ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ എത്രയാണ് 2.9. സോ നമ്മൾ അതിവിടെ എഴുതി. സോ 2.9 പാർട്ട് ഓഫ് ഹോൾ മിൽക്കും 2 പാർട്ട് ഓഫ് സ്കിം മിൽക്കും ആണ് നമുക്ക് ആവശ്യം. നോക്കിയേ, വി നീഡ് ടു മിക്സ് 2.9 പാർട്സ് ഓഫ് ഹോൾ മിൽക്ക് വിത്ത് 2 പാർട്ട് ഓഫ് സ്കിം മിൽക്ക് ടു ഗെറ്റ് എക്സാക്ട്ലി 3% ഫാറ്റ്. മനസ്സിലായോ? അതായത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതായത് ഒന്നുമില്ല, ഈ ഒരു പിയേഴ്സൺ സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് നമ്മളുടെ കയ്യിൽ ഹോൾ മിൽക്കുണ്ട്, സ്കിം മിൽക്കുണ്ട്. ഇതിനകത്ത് എത്ര പെർസെൻറ്റ് ഓഫ് സ്കിം മിൽക്കും എത്ര പെർസെൻറ്റ് ഓഫ് ഹോൾ മിൽക്ക് അല്ലെങ്കിൽ എത്ര പാർട്ട് ഓഫ് ഹോൾ മിൽക്കും ചേർത്താലാണ് നമ്മളുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള 3% ഫാറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഡയഗണലി എഴുതുകയാണ്. ഒരു സൈഡിൽ നമ്മുടെ ഹോൾ മിൽക്കും സ്കിം മിൽക്കിൻ്റെയും എത്ര ശതമാനം എന്ന് എഴുതുന്നു, ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ക്വാണ്ടിറ്റി നമ്മൾ നടുക്കോട്ട് എഴുതുകയാണ്. അതാണ് 3%. എന്നിട്ട് നമ്മൾ ഡയഗണലി സബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഡയഗണലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡയഗണലി സബ്സ്ട്രാക്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഈ സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂവിൻ്റെ പ്ലസ്സോ മൈനസോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ എന്താണ്, 5 - 3 ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി, 2 കിട്ടി. 2 നമ്മൾ എവിടെ എഴുതുന്നത്, ഇങ്ങനെ താഴെയാണ് എഴുതുന്നത് അല്ലേ, 2%. അപ്പോൾ അതിന് നേരെ കൊടുത്തേക്കുന്നത് എന്താണ്, സ്കിംഡ് മിൽക്കാണ്. അപ്പോൾ എത്ര സ്കിം മിൽക്ക് വേണം, 2 പാർട്ട് ഓഫ് സ്കിം മിൽക്ക് വേണം. ഇനി അതുപോലെ തന്നെ ഇതിനെ ഡയഗണലി സബ്സ്ട്രാക്ട് ചെയ്തു. അതാണ് 0.1 - 3, അതായത് -2.9 വന്നു. നമ്മൾ പ്ലസ് ഓർ മൈനസ് കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2.9 പാർട്സ് നമ്മൾ ഇവിടെ എഴുതി. അതിന് നേരെ എന്താണുള്ളത്, ഹോൾ മിൽക്കാണ്. അപ്പോൾ 2.9% ഹോൾ മിൽക്ക് പാർട്സ് ഓഫ് ഹോൾ മിൽക്കും 2 പാർട്സ് ഓഫ് സ്കിം മിൽക്കും ചേർന്നപ്പോഴാണ് നമ്മളുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള 3% ഫാറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നത്. അപ്പം ഇതിനനുസരിച്ച് നമ്മൾ എന്താണ്, ക്രീം സെപ്പറേറ്ററും അല്ലെങ്കിൽ സ്കിം മിൽക്കോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് സ്കിം മിൽക്ക് പൗഡറോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡൈസേഷൻ നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആവശ്യമാണ് ഇതിൻ്റെ ഫാറ്റ് കണ്ടന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ SNF കണ്ടന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു മെത്തേഡ് വഴിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഇങ്ങനെ, അതായത് ഈ സ്റ്റാൻഡർഡൈസേഷൻ വഴി നമുക്ക് പലതരത്തിലുള്ള പാലുകൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും, അതിൻ്റെ ഫാറ്റും SNFും റെഗുലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഒരു ചോദ്യമെങ്കിലും ഇതിനകത്തുനിന്ന് വരും. ചിലപ്പോൾ ഡയറക്റ്റ്ലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി എങ്കിലും നമ്മൾ ടോൺഡ് മിൽക്ക്, ഡബിൾ ടോൺഡ് മിൽക്ക്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക്, സ്കിംഡ് മിൽക്ക്, ഫുൾ ക്രീം മിൽക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിരിക്കും. സോ നോക്കിക്കേ, മിക്സ്ഡ് മിൽക്ക് നമ്മൾ കഴിഞ്ഞ ടേബിളിൽ തന്നെ പഠിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, പല സ്പീഷീസുകളുടെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. മിക്സ്ഡ് മിൽക്ക് refers to any combination of milk prepared by adding milk of different species mentioned above. നേരത്തെ പറഞ്ഞ കൗ മിൽക്ക്, ഗോഡ് മിൽക്ക്, ബഫലോ മിൽക്ക്, ക്യാമൽ മിൽക്ക് എന്തോ ആയിക്കോട്ടെ, 2 അതിലധികമോ പാലുകൾ മിക്സ് ചെയ്തിട്ടുള്ള പല സ്പീഷീസുകളുടെ പാലുകൾ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന പാലിനെയാണ് നമ്മൾ മിക്സ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫാറ്റ് എത്രയായിരുന്നു, 4.5% ഫാറ്റും 8.5% SNFും ആയിരുന്നു. എന്താണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത്? ഫാറ്റ് 4.5ഉം SNF 8.5ഉം. ഓക്കെ, സോ ദ സ്റ്റാൻഡേർഡ് ഫാറ്റ് ആൻഡ് SNF ഫോർ മിക്സ്ഡ് മിൽക്ക് വാസ് 4.5 and 8.5 റെസ്പെക്റ്റീവ്ലി. ഇത് ബൈ ഹാർട്ട് പഠിച്ചേക്കണേ. മിക്സ്ഡ് മിൽക്ക് ആണെങ്കിൽ 4.5% ഫാറ്റും SNF 8.5%ഉമാണ്. ഇത് തന്നെയാണ് എന്തിനെന്ന് പറഞ്ഞിരുന്നു, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിന്റെ കേസിലും. നോക്കൂ, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിന്റെ കേസിലും 4.5% ഫാറ്റും SNF 8.5ഉമാണ്. അപ്പൊ സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിനും മിക്സ്ഡ് മിൽക്കിനും സെയിം ഫാറ്റും SNFും ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ബാക്കിയുള്ള ടൈപ്പ് ഓഫ് മിൽക്കുകളെ കുറിച്ച് പഠിക്കാം.
full cream milk, standardized milk, toned milk, double toned milk and skimmed milk. All these milks are made by the combination of cow or buffalo or any other species of milk. അപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ള സ്പീഷീസുകളുടെ പാലായിരിക്കാം. പക്ഷേ ഫൈനലി ഇതിനെ ടോൺഡ് അല്ലെങ്കിൽ ഡബിൾ ടോൺഡ് അല്ലെങ്കിൽ സ്കിംഡ് അല്ലെങ്കിൽ ഫുൾ ക്രീം എന്ന് പറയുന്നത് അതിൻ്റെ ഫാറ്റ് ആൻഡ് SNF% അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് FSSAI റെഗുലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു ആക്ടിനകത്തുള്ള 2011 അവരുടെ റെഗുലേഷൻ ആക്ടിനകത്തുള്ള ഒരു ടേബിളാണ്. അപ്പോൾ നോക്കിക്കേ, ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3% ഫാറ്റും 8.5% SNFുമാണ് വേണ്ടത്. ഡബിൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ പകുതി ടോൺഡ് ഡബിൾ ടോണ്ടായി. അപ്പം ഈ ഫാറ്റ് നേർ പകുതിയാകുവാണ് ചെയ്തത്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയുക കേട്ടോ. അതായത് 3% ഫാറ്റ് എന്നുള്ളത് നേരെ പകുതിയായി 1.5% ആയി. എന്നാൽ SNF നോക്കൂ, SNF കൂടുക ചെയ്ത് 8.5 എന്നുള്ളത് 9 ആയി. ഓക്കെ, 8.5 എന്നുള്ളത് 9 ആയി. അപ്പോൾ ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ 3% ഫാറ്റും 8.5% SNFും. ഡബിൾ ടോൺഡ് എന്ന് പറയുമ്പോൾ ഫാറ്റ് നേരെ പകുതിയായി 1.5% ഫാറ്റും SNF എന്താണ് 0.5 കൂടി 8.5 എന്നുള്ളത് 9 ആയി. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ, ടോൺഡും ഡബിൾ ടോണ്ടും. ഓക്കെ, അപ്പോൾ ഫാറ്റ് നേരെ പകുതിയാകുമ്പോഴാണ് ടോൺഡ് ഡബിൾ ടോണ്ട് ആവുന്നത്. നമ്മൾ ഫാറ്റിനെ റിമൂവ് ചെയ്ത് കളയണം. ഇനി സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്, ഫാറ്റ് റിമൂവ് ചെയ്യപ്പെട്ട പാലിനെ നമ്മൾ സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നു. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, അവരൊക്കെ പ്രിഫർ ചെയ്യുന്ന സ്കിംഡ് മിൽക്കാണ്. കുറച്ചും കൂടെ ഒരു ഹെൽത്തിയർ വെർഷൻ ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് ഫാറ്റ് കണ്ടന്റ് ഈസ് നോട്ട് മോർ ദാൻ 0.5. അപ്പോൾ 0.5% അതിൽ താഴെയോ മാത്രം ഫാറ്റ് കണ്ടന്റ് ഉള്ള പാലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ SNF എന്ന് പറയുന്നത് 8.7 ആണ്. SNF എന്ന് പറയുന്നത് 8.7 ആണ്. ഇനി അടുത്തത് ഫുൾ ക്രീം മിൽക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാറ്റ് പെർസെൻറ്റ്, ഫുൾ ക്രീം എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്ത് നല്ലോണം ക്രീം ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഓർക്കുക, 6%, മിനിമം 6% ഫാറ്റ് വേണം. മിനിമം 6% ഫാറ്റ് വേണം. SNF എന്ന് പറയുമ്പോൾ 9% വേണം. അപ്പോൾ എല്ലാം കൂടിയിരിക്കുന്ന ഫുൾ റിച്ച് ആയിട്ടുള്ള ക്രീം മിൽക്ക്, ഓക്കെ, അതാണ് നമ്മുടെ ഫുൾ ക്രീം മിൽക്ക്. മിനിമം ഫാറ്റ് പെർസെൻറ്റ് 6ഉം മിനിമം SNF 9ഉമാണ്. എല്ലാം കൂടി നിൽക്കുന്നത് ഫുൾ ക്രീം മിൽക്കിനാണ്. കുറഞ്ഞു നിൽക്കുന്നത് എന്തിനാണ്, സ്കിംഡ് മിൽക്കിനാണ്. എത്രയാണ്, 0.5 ഓർ ബിലോ മാത്രമേ, അല്ലെങ്കിൽ നോട്ട് മോർ ദാൻ 0.5 എന്ന് പറയും. അതാണ് ഇതിൻ്റെ എന്താണ് മിനിമം ഫാറ്റ് പെർസെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ SNF 8.7 ആണ്. അത് സ്കിംഡ് മിൽക്കിൻ്റെ കേസിൽ. ഇനി ടോൺഡ് ഡബിൾ ടോണ്ട് എന്ന് പറയുമ്പോൾ ടോൺഡ് മിൽക്കിന് 3% ഫാറ്റ്, ഡബിൾ ടോൺഡ് മിൽക്കിന് അതിൻ്റെ നേരെ പകുതിയായിട്ടുള്ള 1.5% ഫാറ്റ്. SNF നോക്കുവാണെങ്കിൽ ടോൺഡ് മിൽക്കിന് 8.5, ഡബിൾ ടോൺഡ് മിൽക്കിന് 9. പിന്നെ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡൈസ്ഡ് മിൽക്കിനും മിക്സ്ഡ് മിൽക്കിനും മിനിമം മിൽക്ക് ഫാറ്റ് പെർസെൻറ്റ് 4.5ഉം മിനിമം SNF പെർസെൻറ്റ് 8.5ഉമാണ്. ഇത് ബൈ ഹാർട്ട് ആയല്ലോ. ഈ ടേബിൾ നിങ്ങളൊരു എവിടെയെങ്കിലും റൂമിൽ എവിടെയെങ്കിലും എഴുതി ഒട്ടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ഒരാഴ്ച ഒന്ന് റിവൈസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിൾ നിങ്ങൾക്ക് ഹൃദയസ്ഥമാകും. ഇത് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഷുവർ ഷോട്ട് എന്നൊക്കെ പറയുന്ന രീതിക്കുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണേ. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര വാല്യൂയിലേക്ക് എത്തിക്കുന്നത്, സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ത് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്, പിയേഴ്സൺ സ്ക്വയർ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഡയഗണലി സബ്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു സൈഡ് നമ്മൾ ഹോൾ മിൽക്ക് എത്രയാണ്, സ്കിംഡ് മിൽക്ക് എത്രയാണെന്ന് എഴുതി, നടുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ SNF എഴുതി, എന്നിട്ട് എന്താണ് അതിനെ ഡയഗണലി സബ്സ്ട്രാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അതിൻ്റെ പ്ലസ് ഓർ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ എത്ര പാർട്ടാണോ വരുന്നത് അതിന് നേരെ ഹോൾ മിൽക്ക് ആണെങ്കിൽ അത്ര ഹോൾ മിൽക്ക്, അതിന് നേരെയുള്ള സ്കിം മിൽക്ക് ആണെങ്കിൽ അത്ര സ്കിം മിൽക്ക്, അതിനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫാറ്റ് ആൻഡ് SNF കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സിമ്പിളാണ്. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇനി നമുക്ക് അതുപോലത്തെ 1-2 പ്രോബ്ലംസ് നിങ്ങൾ എന്താണ് ടെസ്റ്റൊക്കെ ഇടുമല്ലോ ഇവിടെ. അപ്പം നിങ്ങൾ അങ്ങനത്തെ പ്രോബ്ലംസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് എങ്ങനെയാണ് ഈ മെത്തേഡ് വഴി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവും. അത്രയും ഹൈ ലെവലിൽ ക്വസ്റ്റ്യൻ വരുമെന്നല്ല പറയുന്നത്, എന്നാലും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബേസ് തൊട്ടേ സമയമുണ്ടല്ലോ, നല്ല നീറ്റായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക്. നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഫ്രീ ഫ്രം മൈക്രോബ്സ് ആകണം, എന്താണ് ക്ലീൻ ആയിട്ടുള്ള, അത്രയും ഷെൽഫ് ലൈഫൊക്കെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള പാലാണ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു FSSAI, sterilized milk may be defined as the milk which has been heated in sealed container continuously to a temperature of either
115 degrees Celsius for 15 minutes or at least 130 degrees Celsius to 150 degrees Celsius for few seconds in a continuous flow and then packed under aseptic condition in hermetically sealed containers to ensure preservation at room temperature for a long time ഫ്രം ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ. അപ്പോൾ ഒന്നുമില്ല, സ്റ്റെറിലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലുള്ള കണ്ടാമിനേഷനും ഇല്ലാത്ത പാലുകളെയാണ്. FSSAIയുടെ നിർവചനം അനുസരിച്ച് ഒന്നെങ്കിൽ എന്താണ്, ഒരു സീൽഡ് കണ്ടെയ്നറിനുള്ളിൽ പാല് നിറച്ച് അതിന് ഹീറ്റ് ചെയ്യുന്നു 115 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, UHT ആണ് അല്ലേ, അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ആണ്. ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ടുള്ള പാലിനെ ഒരു 130 to 135 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 1 to 5 സെക്കൻഡ്സ് ഒക്കെ ഹീറ്റ് ചെയ്തിട്ട്, അത്രയും ഹൈ ടെമ്പറേച്ചർ ആണല്ലേ, എന്നിട്ട് നമ്മൾ എന്താണ് അതിനെ ഹെർമെറ്റിക്കലി സീൽ ചെയ്ത് പാക്ക് ചെയ്ത് വിടുന്നു. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരുപാട് നാൾ പുറത്ത് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ സ്റ്റെറിലൈസ്ഡ് മിൽക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും, കണ്ടാമിനേഷൻസ് വരാനുള്ള സാധ്യത വളരെ 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 കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്കിനെ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? 2 രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ കഴിയും പാലിനെ. എന്താണ്, ഒന്ന് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ, രണ്ടാമത്തത് UHT സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ. ഓക്കെ, അപ്പം ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും UHT സ്റ്റെറിലൈസേഷനും എന്താണെന്ന് നോക്കാം. സോ ആദ്യം നോക്കാൻ പോകുന്നത് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ. ദ റോ മിൽക്ക് ഓർ ദ ഓൺ റിസിപ്റ്റ് ഷുഡ് ബി കൂൾഡ് ടു 5 degrees Celsius for bulk storage in order to check any bacterial growth. Next, it should be preheated to 35 to 40 degrees Celsius for efficient filtration or clarification so as to remove visible dirt, etc. And the milk should again be cooled to 5 degrees Celsius so as to preserve its quality. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊരു കഥ പറഞ്ഞു പോകാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ പശുവിൽ നിന്ന് പാല് കറന്നെടുത്തു, കളക്ട് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ബൾക്ക് മിൽക്ക് കൂളറുകളുടെ കേസ് പറഞ്ഞു. നമ്മളെന്താണ്, പെട്ടെന്ന് തന്നെ ആ പാലിൻ്റെ, അതായത് ഒരു ആംബിയൻ മൈക്രോബിയൽ ഗ്രോത്തിന് പറ്റിയൊരു കണ്ടീഷൻ ആയിരിക്കും പാല് കറന്നെടുക്കുമ്പോൾ. ഒരു ചെറിയ ചൂടോട് കൂടിയാണ് പാല് നമുക്ക് കിട്ടുന്നത്. ഈ കണ്ടീഷനിൽ ബാക്ടീരിയ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് വളരെ ലോവർ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാണ്. ഏകദേശം ഒരു 4 degrees Celsiusലേക്ക് അല്ലെങ്കിൽ 4 to 5 degrees Celsiusലേക്ക് കൊണ്ടുവരുന്നു ബൾക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലോ ടെമ്പറേച്ചറിൽ ബാക്ടീരിയൽ ഗ്രോത്ത് മിനിമൈസ്ഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അതിനുശേഷം നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്, ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് പറഞ്ഞു. ക്ലാരിഫിക്കേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, പാലിനെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസ് അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും കല്ലോ മണ്ണോ ഗ്ലാസിൻ്റെ പീസോ അല്ലെങ്കിൽ വൈക്കോലിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡർട്ടൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നത്. ക്ലാരിഫയർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരുന്നു, ഒരു 35 to 40 degrees Celsius ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നത്, വിസിബിൾ ആയിട്ടുള്ള ഡർട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും പാലിനെ എന്തിലേക്ക് കൊണ്ടുവരുന്നു, ഒരു 4 to 5 degrees Celsiusലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ നമ്മളുടെ എന്താണ് VHSE ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളും പറയുന്നത്. നിങ്ങൾ കഥ മനസ്സിലാക്കിയിരിക്കുക. ഇത് എന്താണ്, ഇപ്പം ഒരു കേരള സ്റ്റേറ്റിൻ്റെ ബുക്കാണല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള കറക്റ്റ് എക്സാക്റ്റ് ഇപ്പോൾ 5 degrees Celsius അങ്ങനെ അതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരു 4 to 5 degrees Celsius എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, അങ്ങനെ നമുക്ക് ആ പാലിൻ്റെ ക്വാളിറ്റി പിന്നെയും പ്രിസർവ് ചെയ്യാൻ കഴിയും. കാരണം അത്രയും ലോവർ ടെമ്പറേച്ചർ ആകുമ്പോൾ പിന്നെയും മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യത്തില്ല. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇറ്റ് ഷുഡ് ദെൻ ബി സ്റ്റാൻഡർഡൈസ്ഡ് ടു പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് ആൻഡ് SNF കണ്ടന്റ് ഇൻ ഓർഡർ ടു കൺഫേം ഇറ്റ്സ് ലീഗൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ ഈ പാല് കൊണ്ട് ടോൺഡ് മിൽക്കാണോ ഡബിൾ ടോൺഡ് മിൽക്കാണോ എന്ത് തരത്തിലുള്ള പാലാണോ ഉണ്ടാക്കുന്നത് അതിനനുസൃതമായിട്ടുള്ള സ്റ്റാൻഡർഡൈസേഷൻ നടത്തണം. നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഫാറ്റും SNFും ഒക്കെ ഇത്രയാണെന്ന് നമ്മൾ തിട്ടപ്പെടുത്തിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്താണ് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം എന്താണ്, ദ മിൽക്ക് ഷുഡ് ബി പ്രീ ഹീറ്റഡ് ടു 60 degrees Celsius ഫോർ എഫിഷ്യൻറ്റ് ഹോമോജനൈസേഷൻ ടു പ്രിവെൻറ്റ് എനി സബ്സിക്വൻറ്റ് ഫോർമേഷൻ ഓഫ് ദ ക്രീമി ലെയർ. അപ്പോൾ എന്താണ്, അതിനുശേഷം സ്റ്റാൻഡർഡൈസേഷനും കഴിഞ്ഞാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് പോകുന്നത്. അതായത് പാലിങ്ങനെ അനങ്ങാതെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും ഫാറ്റ് ഗ്ലോബ്യൂൾസ് എല്ലാം മുകളിലേക്ക് വരുന്നു. അപ്പോൾ പല സൈസിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിരിക്കും. ഇതെല്ലാം കൂടെ മുകളിൽ എന്താണ്, ഒരു ക്രീമി ലെയർ ഫോം ചെയ്യുന്നു. അപ്പോൾ താഴത്തെ ഭാഗത്ത് SNF മാത്രമാകുന്നു. അവിടെ ഫാറ്റിൻ്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. എന്നാൽ മുകൾ ഭാഗത്ത് ഫാറ്റിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇല്ലാത്തതിനാൽ പ്രശ്നങ്ങൾ സംഭവിക്കാം അല്ലേ. അപ്പോൾ ക്രീമിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ എല്ലാം ഒരു ഹൈ പ്രഷറിൽ ഒരു കുഞ്ഞു ഒറിഫിസിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്,
ആ ഫാറ്റ് ഗ്ലോബ്യൂൾസ് എല്ലാം പൊടിഞ്ഞ് യൂണിഫോം സൈസിലേക്ക് എത്തുന്നു. അതിനനുസരിച്ച് ക്രീം സെപ്പറേഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടാവില്ല. അതായത് മുകളിലൊരു ക്രീമി ലെയർ ഫോർമേഷൻ ഉണ്ടാവില്ല. പകരം എല്ലാ ഭാഗത്തും യൂണിഫോമായിട്ട് ഫാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പാലിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ അപ്പിയറൻസ് എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആവുന്നു, ഡൈജസ്റ്റബിലിറ്റി ബെറ്റർ ആവുന്നു. അപ്പോൾ അതൊക്കെയാണ് ഹോമോജിനൈസേഷൻ. അപ്പോൾ അങ്ങനെ ഹോമോജിനൈസേഷനും വിധേയമായ ആ ക്രീമി ലെയർ ഫോർമേഷൻ നമ്മൾ തടഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്ന ഒരു 60 ഡിഗ്രി സെൽഷ്യസിലോട്ടാണ്. ഓക്കെ, ഇനി യൂഷ്വലി സിംഗിൾ സ്റ്റേജ് ഹോമോജിനൈസേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് 2500 PSI പ്രഷർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈ പ്രഷറിൽ ഒരു ചെറിയ ഒറിഫിസിലൂടെ, ഒരു ചെറിയ ഹോൾ കൂടെ പാലിനെ കടത്തി വിട്ടാണ് ഹോമോജിനൈസേഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് 2500 PSI പ്രഷറിലാണ് നമ്മൾ ഈ പാലിനെ കടത്തിവിടുന്നത്. ഇനി നോക്കൂ, ഹോട്ട് മിൽക്ക് ഫ്രം ദ homogenizer should be filled into the cleaned and sanitized bottle coming from the bottle washing machine and then sealed with special caps. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുന്നത്. അതായത് നല്ല സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽ ഉണ്ടാകും. ഈ ബോട്ടിലേക്ക് നമ്മൾ പാലിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഷീനുണ്ട്. അപ്പോൾ അങ്ങനെ ബോട്ടിൽ വരുന്നു, പാൽ ആഡ് ചെയ്യപ്പെടുന്നു, സീൽ ചെയ്യപ്പെടുന്നു. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ബോട്ടിൽ ഇങ്ങനെ നിരനിരയായിട്ട് വരുന്നു, പാല് ഫില്ല് ചെയ്യപ്പെടുന്നു, സീൽ ചെയ്യപ്പെടുന്നു, അത് പോകുന്നു. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ ക്യാപ്സ് ഒക്കെ ഇട്ട് വരുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ദ ഫിൽഡ് ആൻഡ് ക്യാപ്ഡ് ബോട്ടിൽസ് ഷുഡ് ദെൻ ബി പ്ലേസ്ഡ് ഇൻ മെറ്റൽ ക്രേറ്റ്സ് ഫോർ സ്റ്റെറിലൈസേഷൻ ബൈ ദ ബാച്ച് പ്രോസസ് ഓർ ഫെഡ് ഇൻ ടു കൺവെയേഴ്സ് ഫോർ ദ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പം ഇതിന് ശേഷമാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വിധേയമാക്കുന്നതെങ്കിൽ ബാച്ച് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റാലിക് ക്രേറ്റ്സ് ഉണ്ടാവും. അതിനകത്തേക്ക് ഈ ബോട്ടിലുകളെല്ലാം നിരത്തി വെക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വിധേയമാക്കുന്നത്. ഇവിടെ നമ്മൾ എത്ര ടെമ്പറേച്ചറും ടൈമും നോക്കിയേ, 115 to 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 മിനിറ്റ്സ് ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. 115 മുതൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ 15 to 20 മിനിറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ പാലിനെ കളക്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ആദ്യം അതിൻ്റെ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിൽ കൊണ്ടുവരുന്നു, ക്ലാരിഫൈ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നു, ഹോമോജനൈസേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽ വരുന്നു, അതിലേക്ക് പാലിനെ ഫില്ല് ചെയ്യുന്നു, അതിനെ സീൽ ചെയ്യുന്നു. അതിന് ശേഷമാണ് അതിൻ്റെ സ്റ്റെറിലൈസേഷന് വിധേയമാക്കുന്നത്. 115 മുതൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ആൻഡ് ദ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ബോട്ടിൽസ് ഷുഡ് ബി ഗ്രാജുവലി കൂൾഡ് ടു റൂം ടെമ്പറേച്ചർ. അതിനുശേഷം നമ്മൾ ഈ മിൽക്ക് ബോട്ടിൽസിനെ നമ്മൾ കൂൾ ചെയ്ത് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. എനി സഡൻ കൂളിംഗ് മേ ലീഡ് ടു ദ ബോട്ടിൽ ബ്രേക്കേജ്. അപ്പം ഗ്രാജുവലി ആണ് നമ്മൾ ഇതിൻ്റെ, അതായത് 115 to 120 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തത്. പാല് ബോട്ടിലിനുള്ളിലാണ്. അപ്പോൾ ഇപ്പോൾ ഗ്ലാസ് ബോട്ടിലോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത, പെട്ടെന്ന് കൂള് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത. അതുകൊണ്ട് ഒരു ഗ്രാജുവലി വേണം അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബ്രേക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈനലി ദ മിൽക്ക് ഇൻ ബോട്ടിൽ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ കൂൾ പ്ലേസ്. അങ്ങനെ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ ബോട്ടിൽസിന് നമുക്കൊരു കൂൾ പ്ലേസിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ. ബോട്ടിലിനകത്ത് പാല് നിറയ്ക്കുന്നു, സീൽ ചെയ്യുന്നു, അതിനുശേഷം സ്റ്റെറിലൈസേഷന് വിധേയമാക്കുന്നു. 115 to 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 മിനിറ്റ്സ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. അതാണ് ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷൻ. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇതും നിങ്ങളുടെ VHSC ടെസ്റ്റിലുള്ളതാണ്. സോ റിസീവിംഗ് മിൽക്ക്, നമ്മൾ പാലിനെ കളക്ട് ചെയ്തു. ഇനി കൂളിംഗ് ഫോർ ഒരു 4 to 5 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ബൾക്ക് സ്റ്റോറേജ്. അതായത് നമ്മൾ ബൾക്ക് മിൽക്ക് കൂളറുകളിൽ ലോവർ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുന്നു, ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്യാണ് ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷമാണ് ഫിൽട്രേഷനോ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നത്. ഈ സൊമാറ്റിക് സെൽസ്, മറ്റ് ഹസ്ക്, ഹേ അല്ലെങ്കിൽ മറ്റ് ഡർട്ട്, സാൻഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി, വിസിബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്യുന്നു. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സ്റ്റോറേജ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പ്രീ ഹീറ്റ് ചെയ്യുന്നു 60 ഡിഗ്രി സെൽഷ്യസിലേക്ക്. എന്നിട്ടാണ് ഹോമോജനൈസേഷന് വിധേയമാക്കുന്നത്. അപ്പം ഹോമോജനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളാണ്: 2500 PSI പ്രഷറും 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും. അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. അതിനുശേഷം ഒരു ബോട്ടിൽ, സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽ വരുന്നു, അതിലേക്ക് പാലിനെ ഫില്ല് ചെയ്യുന്നു, ക്യാപ്പ് ചെയ്യുന്നു. അപ്പം എപ്പോഴും ക്ലീൻ ആൻഡ് സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസ് ആയിരിക്കണം. അതിലേക്ക് ഓട്ടോമാറ്റിക് മെഷീൻസ് ഉപയോഗിച്ചാണ് പാലിനെ ഫില്ല് ചെയ്യുന്നത്, എന്നിട്ട് ക്യാപ്പ് ചെയ്യുന്നു. അതിനുശേഷമാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. 115 to 120 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 20 മിനിറ്റ്സ് ആണ്
ആണ്. അതിനുശേഷം കൂളിങ്ങിന് വിധേയമാകുന്നു. ഒരു സഡൻ ആയിട്ടുള്ള കൂളിംഗ് നടത്തത്തില്ല, ഗ്രാജുവൽ ആയിട്ടുള്ള കൂളിംഗ് നടത്തുള്ളൂ. കാരണം എന്താണ്, ആ ബോട്ടിൽസിന് ബ്രേക്കേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം നമുക്ക് ഒരു കൂൾ പ്ലേസിൽ നമുക്കിതിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രോട്ടോകോളുകൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. പ്രത്യേകിച്ച് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നോക്കിപ്പോ ഒരു 4 to 5 ഈ 5 എന്ന് കാണുന്നത് ചില സ്ഥലത്ത്. അപ്പോൾ ഈ 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുത്തിരിക്കുന്നത് എക്സാക്ട്ലി 5 എന്ന് പറയേണ്ട, ഒരു 4 to 5 ഡിഗ്രി സെൽഷ്യസ് നമ്മളെപ്പോഴും കൂൾ ചെയ്ത് വെക്കേണ്ടത് അത്രയും ലോവർ ടെമ്പറേച്ചറിലായിരിക്കണം. എങ്കിൽ മാത്രമേ എന്താണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാം പ്രീ കൂളിംഗ്, അതുപോലെ ക്ലാരിഫിക്കേഷൻ ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസ്, ഹോമോജിനൈസേഷന് 60 ഡിഗ്രി സെൽഷ്യസ്, 2500 PSI പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ അത് USDയുടേതും അതുപോലെ ഇൻ ബോട്ടിൽ സ്റ്റെറിലൈസേഷനും ഡിഫറെൻ്റ് ആണ്. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഏകദേശം ഒരു കഥ പോലെ ഈ സ്റ്റെപ്പുകൾ മനസ്സിലുണ്ടായിരുന്നാൽ മാത്രം മതി.